ഹലോ ഗായ്സ്, അപ്പൊ നമ്മളെ പുതിയ യൂട്യൂബ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഖത്തറിലെ ഒരു പണിയുമില്ലാത്ത ഒരു രാത്രി എങ്ങനെയായിരിക്കും? പണിയില്ല ബ്രോ, രാത്രി പറയല്ല. ബ്രോ അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ബാക്കി എന്തെല്ലാം നടക്കാൻ പോകുന്ന കാര്യം ശേഷം ഭാഗം സ്ക്രീനിൽ കാണാം. നമ്മൾ യാത്ര ഇതാ ഇങ്ങനെ ഈ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ്. കൊറേ ദൂരം താണ്ടേണ്ടി വരും അല്ലേ? നമ്മളോടൊപ്പം ഇന്ന് യാത്ര നിയന്ത്രിക്കുന്ന സ്പൾബർ ഡ്രൈവർ സ്പൾബർ നേരത്തേക്കാ പോകുന്നത്. സ്പൾബർ അത്രേ ഇല്ലു അല്ലേ? ലൊക്കേഷൻ കിട്ടിയ എങ്ങനെയും പോവും അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ വീടിന്റെ ബേക്കില് എത്ര ആള് ആളല്ലേ? അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്തൊക്കെയാ നടക്കാൻ പോകുന്നത്, എന്തെല്ലാം ഉണ്ടാവുക എന്നുള്ളത് ശേഷം ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? സർപ്രൈസ് അല്ല അവിടെ പോയിട്ട് ആരെ സർപ്രൈസ് ആന്നല്ലേ ഊഫി? സർപ്രൈസ് ആരാന്നല്ലേ? പക്ഷെ ഇന്നത്തെ പോക്കിന്റെ കാര്യം പറയാൻ പാടില്ല എന്ന് അഫ്സല് പറഞ്ഞത്. ഷെമീമിന് സർപ്രൈസ് ഉണ്ട്, ഷെമീം പറഞ്ഞോട് പറയാൻ പാടില്ല. ഓക്കെ, എന്നാ പിന്നെ സർപ്രൈസ് വെളിപ്പെടുത്താം അല്ലേ? വെളിപ്പെടുത്താണെങ്കിൽ ഈ സർപ്രൈസ് എന്തായിരിക്കും? ഈ സർപ്രൈസ് എന്തായിരിക്കുന്നില്ല, ഒരു സർപ്രൈസ് ആണ്. ഈ സർപ്രൈസ് എല്ലാം മണ്ണിലിട്ട്. അതെ, മണ്ണിലടിയട്ടെ. നമ്മുടെ ബേക്കിൽ ഒരു 3 ആളുണ്ട്. ഇതിന്റെ അവരുടെ വരുന്ന സർപ്രൈസ് ആണ് ഇത്. ഈ കാര്യങ്ങൾ എന്തായിരിക്കും? അപ്പൊ സർപ്രൈസ് ഉദ്ദേശിക്കുന്ന സർപ്രൈസ് വെച്ചാൽ ഒരു സർപ്രൈസിന് പുറത്തെത്തി നമ്മൾ ഇതൊന്ന് കാണിച്ചു കൊടുത്തേ. വ്യൂ കാണിച്ചു കൊടുക്കും. അത്തറിന്റെ മണമുള്ള ഖത്തർ അല്ല. നേരെ ഇതിന്റെ പ്രശ്നം 17 Pro Max വാങ്ങി. 17 Pro Max ആക്കി. ഇത് രാത്രി ഇട്ടത്ത് ഫോട്ടോ എടുത്ത ക്ലിയറിലല്ല പറഞ്ഞേ. ഇപ്പൊ എന്ത് ചെയ്യും ഗൈസ്? ഒരു 17 Pro ഫോൺ മേടിച്ചു സ്പൾബർ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇത് അപ്ഡേറ്റ് ചെയ്തതിന് നമ്മളോട് ചോദിച്ചു. ഇത് അപ്ഡേറ്റ് ചെയ്ത് ഫസ്റ്റ് ഫോണത്തോടെ ഒരു അപ്ഡേറ്റ് വന്നു. അപ്പൊ നമ്മൾ ചോദിച്ചു അപ്ഡേറ്റ് ചെയ്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പൊ ഞാനും അഫ്സലും ഒരേ സ്വരത്ത് പറഞ്ഞു അഫ്സലുണ്ട്. അത് നോർമലി അപ്ഡേറ്റ് ചെയ്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇവ ഇത് അപ്ഡേറ്റ് ചെയ്തതിനെ പിറ്റേന്നോട് നമുക്ക് തൊള്ളേനെ ഇവനെ കൊണ്ട്. ഇപ്പൊ ഫോണിന്റെ ക്യാമറ ക്ലാരിറ്റി കുറച്ച് ചെയ്തു. അപ്പൊ വെച്ചാൽ ഈ ഫോൺ സോഫ്റ്റ്വെയറിൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറയുടെ ക്വാളിറ്റി തന്നെ കുറയോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഇതിൽ കമന്റ് ചെയ്യണം കേട്ടോ അല്ലേ? അപ്പൊ ഇവൻ വേറെ ഫോണുമായിട്ട് താരതമ്യം ചെയ്ത സമയത്ത് ബാക്കി എല്ലാ ഫോണിനും ഭയങ്കര ക്ലാരിറ്റി, ഇവന്റെ ഫോണിന് മാത്രം ക്ലാരിറ്റി ഇല്ല. എടുത്തിട്ട് 1 മാസം പോലും 1.5 മാസം പോലും ആയിട്ടില്ല. ഇത് നമുക്ക് കൊടുത്താലോ സെക്കൻഡ് 1.5 മാസം ആയിട്ടില്ലോ. ബോക്സ് പീസ് ആണ്. അപ്പൊ കൊടുക്കുന്നുമില്ല. ആഗ്രഹിച്ചു വാങ്ങുമ്പോൾ നല്ലത് ചെയ്ത് വാങ്ങിയിട്ടല്ലേ? ഇതിന്റെ എല്ലാം വീട്ടിലുണ്ടായ ആളെ അഫ്സൽ അതല്ലേ? അഫ്സലാണ് ഇവരെ കണ്ട ഒരു 15 Pro Max എടുക്കുന്ന ലുക്ക് ഉണ്ടായില്ല. ഇവന്റെ ലുക്ക് 17 Pro Max അല്ലേ? നിങ്ങൾ തന്നെ പറയാട്ടോ, അതും കൂടി കമന്റിലിട്ടെ. പ്രശ്നം ഇത് ക്ലിയർ അങ്ങനെ നോർമൽ ഉണ്ടാ? ക്ലിയറിന്റെ കുറവൊന്നുമില്ല. ഇപ്പൊ പറയാം. സാബു എഴുതാ ലെഫ്റ്റ് എഴുതാതെ 250 മീറ്റർ ലെഫ്റ്റ് നോക്കി. 250 മീറ്റർ ഇതല്ല 250. ആ റൗണ്ട് ഔട്ട് ഇതാണ് മിഡ് ബാക്ക് റൗണ്ട് ഔട്ട് കേട്ടാ. ഖത്തറിൽ എവിടെ കണ്ണ് കെട്ടി അയച്ചു കഴിഞ്ഞാലും ഏത് ദിശയിലെ പോയാലും തിരിച്ചെത്തുന്ന ഒരാളാണ്. 4 കൊല്ലത്തെ എക്സ്പീരിയൻസ് അല്ലേ? 4 കൊല്ലത്തെ എക്സ്പീരിയൻസ്. ഖത്തറിൽ ഏത് സൈഡിൽ പോയി കഴിഞ്ഞാലും അരച്ച് കളിക്കി കുടിച്ച ആളാണ് അഫ്സല്. കണ്ണ് കെട്ടിട്ട് നിങ്ങൾ അയച്ചോ. എന്റെ റൂം സനയാ. അവിടത്തേക്ക് ഒരു 3-4 പ്രാവശ്യം വന്നില്ല ഇവൻ. ഇപ്പം ലൊക്കേഷൻ അയക്കാൻ വേണ്ടി പറയും.
ലെഫ്റ്റ് അല്ല മുത്തേ ലെഫ്റ്റ് അല്ല മുത്തേ ലെഫ്റ്റ് അല്ല മുത്തേ അല്ലേ വലത്തേ കൈ പൊക്കിയിട്ട് ലെഫ്റ്റ് ആന്ന് പറഞ്ഞ ആളാണ് മുഫി അല്ലേ? മുഫിന്റെ പല കഥകളും ഉണ്ട് അല്ലേ? മുഫിന്റെ കഥകൾ നമുക്ക് സ്റ്റോറി ഉണ്ടല്ലോ. മുഫി നല്ല ആക്കാനല്ലേ? ഒരിക്കലും അല്ല, നല്ല ആക്കാനാണ് ഇപ്പൊ മുഫി. എല്ലാ ഈ നോർമലി ഇപ്പൊ ഈ എല്ലാ പ്രവാസികളും ഈ പുറത്ത് അറബ് നാട്ടിലൊക്കെ എല്ലാവർക്കും ഒരു ചെങ്ങായി ഉണ്ട്. ഏത് നിമിഷത്തിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഉറുവാനി കൊടുത്തിട്ട് വരുന്ന ഒരു ചെങ്ങായി അല്ലേ? അങ്ങനത്തെ ഒരു മച്ചാനുണ്ട്. അത് എല്ലാ കൂട്ടത്തിലും ഉണ്ടാവും. അങ്ങനെ നമ്മൾ അതിന്റെ അഹങ്കാരം പോകത്തുണ്ടോ? അതല്ല എത്ര കണ്ടാലോ ഡ്രൈവറാണ് അച്ചട്ടോ അല്ലേ? അതേപോലെ വിളിച്ച ഈ സമയത്ത് ഇറങ്ങിപ്പോ നമ്മയും ഉണ്ടാവും അല്ലേ? നിന്നെ കിട്ടില്ല പറയാനുണ്ട് അല്ല ഗൈസ്, പലതും പറയാൻ ഒരുത്തനെ പെണ്ണ് കിട്ടിയ പിന്നെ ഈ ഭാഗത്ത് കാണാൻ കണ്ടില്ല. 3 ആഴ്ചയായിട്ട് ഇങ്ങോട്ട് വരാത്ത. ഇന്ന് പിടിച്ച് തൂക്കി ഉറക്കിയതാ. നോക്കിയതാ കഴിഞ്ഞ വെള്ളിയാഴ്ച അപ്പൊ ലാസ്റ്റ് മിഞ്ഞാന്ന് പോർച്ചുഗലിന്റെ കളി ഉണ്ടായ ഇന്നത്തെ ദിവസം 25 ചെക്കന്റെ കളിനെ കുറിച്ച് എന്താ പറയാ? കളി ഞാൻ കണ്ടിട്ടില്ല സാർ, അറിയില്ല. 2 ഗോള് ഞാൻ ഇവന്റെ കളിയെ കുറിച്ച് 26 ഇന്ന് പോർച്ചുഗലിന്റെ കളി കണ്ടിട്ടില്ല. 28 കളിയുണ്ട്. 28 പോർച്ചുഗലിന്റെ കളിയുണ്ട്. അർജന്റീനയുടെ ഇപ്പൊ 29 നമ്മ റൊണാൾഡോ ഫാൻ ഇവ നമ്മോട് അങ്ങനെ കഴിക്കുന്നല്ലേ? ഞായറാഴ്ച. റൊണാൾഡോ ഫാന്? ഞാൻ റൊണാൾഡോ ഫാനാ ബ്രോ. നീ മെസ്സി ഫാൻ. ഇന്നലെ ക്രിസ്ത്യാനെ കുറിച്ച് എന്തെങ്കിലും വീഡിയോ റൊണാൾഡോനെ കുറിച്ചിട്ട് എന്തെങ്കിലും വീഡിയോ എല്ലാം പറയുന്നുണ്ടായി. പരാമർശത്തില് പുറത്തുനിന്ന് ആൾക്കാരെ കാണിക്കുമ്പോ റൊണാൾഡോ ഫാൻ അല്ല. റൊണാൾഡോ ഫാൻ അല്ല. നമ്മൾ ആഗ്രഹം പറഞ്ഞ റൊണാൾഡോയുടെ കാര്യം കണ്ടോണ്ട് നമ്മൾ പറഞ്ഞത് ഇക്കൊല്ലം വിരമിക്കും. 41 വയസ്സ് വിരമിക്കില്ല വേൾഡ് കപ്പ്. ഒരു കപ്പ് കിട്ടുന്ന നമുക്ക് ആഗ്രഹമുണ്ട്. മെസ്സി ഫാനൊക്കെ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് മാത്രം വീഡിയോ ഇട്ടത് അല്ലേ? പക്ഷെ വേറെ കാര്യം ഇത്ര കൊല്ലം പ്രവചിച്ച ഒരുത്തനില്ലേ? ഒരു തേങ്ങയും ഇല്ല. പറഞ്ഞതെന്താ വെച്ചാല് ഓന് പ്രവചിച്ച എല്ലാം ശരിയായിട്ടുണ്ട്. പക്ഷെ പ്രവചനൊന്നും ഇല്ല ബ്രോ. കഴിഞ്ഞ വേൾഡ് കപ്പിന് പ്രവചിച്ചില്ലേ? അതെല്ലാം വെറുതെ. ഇപ്പൊ ഞാൻ വീഡിയോ ഇട്ട് എത്ര ആള് പ്രവചിച്ചിട്ട് ശരിയായി. അവരെല്ലാം ആരാധന. ഈ പ്രാവശ്യം ഫൈനലില് നെതർലാൻഡും പിന്നെ പോർച്ചുഗലാണ് ഫൈനലിലെത്തല്. പക്ഷെ നെതർലാൻഡും ആരാടാ? നെതർലാൻഡ് പോർച്ചുഗലിന്റെ ഫൈനൽ വരുന്നതാ. അച്ചട്ട് കാണിപ്പയ്യൂരണ്ടാ തോന്നുന്നു. നെതർലാൻഡ് കപ്പെടുക്കുന്നു. ഓക്കെ, ഈ പ്രാവശ്യം അർജന്റീന ഫൈനൽ മൂക്കിതാ. നിന്റെ ഈ മീശ ഹാഫിന് ഹാഫ്. പോർച്ചുഗൽ മീശ അടിക്കോ? മീശ അടിക്കോ? ഇതാ മീശ പകുതി മീശ പഠിച്ചു നടക്കണം. പകുതി മീശ പഠിച്ചു. അർജന്റീന ഫൈനൽ എത്തിയാൽ 2 ആള് മീശ പകുതി പഠിച്ച് ഫോട്ടോ അടിക്കേ. ഞാൻ പറഞ്ഞേക്ക്, അർജന്റീന ഫൈനൽ എത്തിയ 2 ആള് മീശ പകുതി പഠിച്ചു പറയുന്നേക്കോ. അതല്ല ഓക്കെ. അർജന്റീന ഫൈനലിൽ വന്നാല് 2 ആള് ഹാഫ് മീശ പഠിച്ചിട്ട് ഫോട്ടോ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ ചെയ്യും. ഫൈനൽ എത്തിയിട്ട് ഞാൻ മീശ പഠിച്ച് പകുതി ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇടും. ഉറപ്പ് 101% ഉറപ്പ്. അപ്പൊ അർജന്റീന ഫൈനലിൽ എത്തിയും ചെയ്താൽ നീ മീശ പഠിച്ചിട്ടാകുമ്പോ നീ ചിലപ്പോ നമ്മൾ കൺവേർട്ടത്ത് ഉണ്ടാവില്ല എന്നുകൊണ്ട് നീ ഉടായിപ്പാക്കാനാണെങ്കിൽ 100% അർജന്റീന എത്തൂല. വീഡിയോ ഇട്ടരും. നിങ്ങൾ ഇട്ടില്ല അന്ന് തീരും. ഓക്കെ എടാ ഇടാ ബ്രോ. ഞാൻ പറയില്ലേ, ഇത് ആര് പറയുന്നു? ഇല്ല അതില്ല ബ്രോ. നീയും മുഫി 2 ആളും. മീശ പകുതി. ഓക്കെ, ഇതാണ് നമ്മളെ സാമ്രാജ്യം. ആശിക്ക് പറയൂ.
നല്ലൊരു പാർക്കിംഗ് കിട്ടിയല്ലേ? നല്ലൊരു പാർക്കിംഗ് കിട്ടിയിരുന്നു. ഇത് എഡിറ്റിങ് പോവില്ല, യൂട്യൂബിൽ കൊറേ സമയം ഇടാം. ഇവിടുന്ന് എന്ത് വാങ്ങാനാന്നറ വന്നത് ഇവൻ? ഇവിടെ നല്ല വാച്ച്, വള, മാല, വാച്ചുകൾ. ആരാ പറല്? അല്ലേ മെയിൻ ഒരു പ്രവാസിയുടെ റൂമിലേക്ക് വേണ്ട സാധനം കാണിച്ചോട്ടെ അല്ലേ? ഇത് വാളയാ മൂസു നമ്മളെ മലയാളീസിന്റെ ഏരിയ ബംഗാളി ഏരിയ നീ കണ്ടില്ലേ? കേരളത്തിലുണ്ടോ? ഇത് വലിയ സാധനം, അതൊരു വലിയ കാര്യമായ സാധനം. ഇങ്ങനെ പിടിച്ചിരുന്ന കടലിനെ പിടിച്ചിരിക്കുന്ന പോലെ അല്ലേ? എച്ചാതി മീൻ്റെ ബ്രോ, ഫ്രഷ് മീനാ, നല്ല മണം. നാട്ടിലെല്ലാം ആണെങ്കിൽ മറ്റേ ഫ്രഷ് മീനല്ലാണ്ട് വേറെ ഏതെങ്കിലും മീൻ കൊടുത്തു കഴിഞ്ഞാൽ എന്നൊരു കുഴപ്പം, മറ്റേ ഐസിട്ട മീൻ കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പല്ലേ? വീടെല്ലാം നോക്കറാ, ഇതെല്ലാം ഏത് കാലത്ത് വെച്ചായിരിക്കും? നമ്മളൊരു ഉപ്പാന്റെ വയസ്സുണ്ടാവും ചിലപ്പോ ഈ മീനല്ലോ അല്ലേ? ഇതെല്ലാം ബംഗാളികൾ കഴിക്കുന്ന മീനാണ്. എന്നാലും ഒരു 2 ദിവസം കുഴപ്പമില്ല മീന് പറഞ്ഞ ആയില്ലോ കുഴപ്പം. പക്ഷെ ഇതൊന്നും ആവാണ്ട് പൊടി എന്തെല്ലാം ഇതെല്ലാം ഇട്ട് വെച്ചിട്ടില്ല അമ്മ. എല്ലാരും കാണുമോ ഇതെല്ലാം? കെമിക്കലൊന്നുമില്ല, ഐസാണ്, ഫുൾ ഫ്രീസ് ചെയ്ത സാധനം. നാട്ടിലെ ഫ്രഷ് വാട്ടറിൽ മാത്രം കിട്ടുന്ന സാധനമാണ് വാള. എടി ഇതെല്ലാം ഏത് സാധനം ഉണ്ടാ ബ്രോ? അത് കറ്റിയിടാ, ബംഗാളികൾ ഒന്നുമില്ല ഇത്. ഞങ്ങൾക്കല്ല, എനിക്കിഷ്ടമല്ല. എങ്ങനെ കഴിക്കലല്ലേ? നല്ല ജിലേബിയും തൈരും മേടിച്ചു. ആശിക്കിനാകെ ആ സാധനമേ വേണ്ടു പറഞ്ഞിട്ട് നല്ല അതല്ല അത്രയില്ല. അപ്പൊ കാണാൻ ഭയങ്കര റഷും അല്ലേ ബില്ലടിക്കുന്നിടത്ത്? ക്യാൻസൽ ആക്കണ്ട, നല്ല ജിലേബി അല്ലേ? ബാക്കി നമുക്ക് അധികം കൊടുക്കാം, ബാക്കി ആർക്കെങ്കിലും കൊടുക്കാം. ചോപ്പ് മതി, ചോപ്പ് കൊടുത്തോ? ഇന്നും പിന്നെ കിട്ടൂടാ, അവര് വരുന്നതിന് ഉപയോഗത്താ വീട്ടിന്റെ കിട്ടോ? മധുരാണ്, നല്ല മധുരം. ഞാൻ ഇവിടുന്ന് വലിയൊരു ബ്ലോഗർ ആക്കിട്ട് സാബ് പോലീസല്ലേ? പോലീസല്ലേ ഇതിന് പേടിക്കുന്നത്? ബ്രോ സിക്ക് അറിയാത്തോണ്ട് രാവിലെ വീട് എടുത്തതാ. പോലീസ് നിന്നെ പിടിക്കോ? ഇവൻ പറയും ഓൺ ഇഷ്യൂലാണ്ട് വീട് എടുത്താ പറയും. നീ പറയൂ. കൊച്ചിയിലൊരു കപ്പലെടുത്ത് കിട്ടുന്നതിന് മുമ്പ് പോയി. ഓ ഏതാ ലക്ഷറി എടുത്തത് അല്ലേ? ഒട്ടോ ഇങ്ങനെ എന്നാ ഇത് മാറ്റേ നടക്കണേ തൈര് ഫസ്റ്റ് വേണം അല്ലേ? അയ്യോ ഈ ഒരു ഇതല്ലല്ലോ ഇപ്പൊ ഈ നാട്ടിലേക്ക് പോയി ഒരു വൈബെല്ലാം കിട്ടോ? ഇവിടുത്തെ വൈബ് എന്ന് പറഞ്ഞാൽ വേറെ വൈബ് അല്ല, ഇതെല്ലാം ഇങ്ങനെ കാണാൻ തോന്നുക നാട്ടിലെത്തിയിട്ട് അത്രേ ഉള്ളൂ. അപ്പൊ അടുത്ത മാസം നാട്ടിലേക്ക് പോയ സാബുവിന് നല്ലൊരു ബ്ലോഗർ ആക്കിയിട്ട് നാട്ടിലേക്ക് അയക്കുന്നത്. അപ്പൊ സാബുവിന്റെ നാട്ടുകാരെല്ലാം കൂടി ഇപ്പൊ കൂടിയ എപ്പം കാണാം, അതല്ലേ? ഇപ്പൊ കൂടിയ എപ്പം കാണാം. അതല്ല വിളിച്ചില്ലേ? നല്ല ഇല്ല ഇപ്പൊ നമുക്ക് അടുത്ത് കൂടി നമ്മള് സസ്പെൻസ് നമ്മൾ വിളിക്കും. അതല്ല അത്രയില്ല. എപ്പൊ തുടങ്ങോ? യൂട്യൂബ് ചാനൽ എല്ലാം യൂട്യൂബിലേക്ക് കൂടി മുന്നേറാൻ പോയത് അല്ലേ? ലക്ഷ്യ യൂട്യൂബ് ഇല്ല,
തടി ഇളകാതെ പൈസ ഉണ്ടാക്കാം. അതൊക്കെ മെയിൻ ലക്ഷ്യം. ഇറങ്ങാണ്ട് പൈസ ആക്കുക. നമ്മള് ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും. ഹാർഡ് വർക്ക് കുറെ ആൾക്കാർ ചെയ്ത് പരാജയപ്പെട്ടു. സ്മാർട്ട് വർക്ക് ഇതെല്ലാം എഡിറ്റിംഗ് പോയിന്റാണ്. എഡിറ്റിംഗിലൊന്നും പോലെ സാബുവിന്റെ ഒരു വാപ്പി എഡിറ്റിംഗ് ഒന്നും നമ്മള് കറക്റ്റ് പോയിന്റ് പറയുള്ളൂ. നമ്മളെ വ്യൂസിന്റെ ഒരു സെക്കൻഡ് പോലും ഞങ്ങൾ എന്തെങ്കിലും മെനക്കെടുത്തില്ല. ഇല്ല. ഓരോ സാബുവിന്റെ ഓരോ വാക്കെന്ന് വെച്ചാൽ ഓരോ വ്യൂവേഴ്സിന് ആവശ്യം വരുന്ന വാക്കുകളായിരിക്കും. എല്ലാരും എഴുതി വെച്ചോ. സാബു വെറുപ്പാക്ക് പറയാറില്ല. ഇല്ല നിങ്ങൾ അങ്ങനെ അല്ല ഞാൻ പറയുന്നത്. എല്ലാരും വീഡിയോ എല്ലാരും ഓരോ പ്രശ്നമാക്കി കൊണ്ടുപോകണം. ഒരാളെ പൊക്കിപ്പാൻ ഒരാൾക്ക് ഈഗോ, ഒരാളെ പൊക്കിപ്പാൻ ഒരാൾക്ക് ഈഗോ. എല്ലാരും വാക്കുകളും വിലപ്പെട്ട ആശിക്കിന്റെ വാക്കുകൾ വിലപ്പെട്ട വാക്കുകൾ തോട്ടില് വ്യത്യാസം ഉണ്ടോ? തോട്ട് മീൻസ് ഇതിന്റെ ചിന്താഗതി അതന്നെ ക്ലിയർ ആകട്ടെ. ഞാൻ തോട്ട് വരും. ഞാൻ തോടാ നമ്മളത്ര വലിയ ഇംഗ്ലീഷിന് അത്ര വലിയ പൂജൊന്നുമില്ല. എന്താ മിനിമം വേണ്ടത് നമുക്കറിയാം. വീഡിയോ സതീശനോ നമ്മളിപ്പോ പറയുന്നത് വെച്ചാൽ ഇപ്പൊ കത്തലിരുന്ന് പറയുമ്പോ ഇംഗ്ലീഷ് പറയാ ഇങ്ങോട്ട് അവിടെ പോകും. എന്താ വലിയ പടക്ക കുത്തിട്ടാ ആണെന്ന് ജിലേബി കട്ട് ജിലേബി ഒന്നായിട്ട് 2 ജിലേബി ഒന്ന് അപ്സര എഴുതി നമുക്ക് മധുരമില്ലാത്ത ചായ വേണം. എന്നിട്ട് 2 ജിലേബി ഇവ ഷുഗർ കട്ടിലുണ്ടായിന്. കട്ട് പറഞ്ഞ മധുരമില്ലാത്ത പറഞ്ഞ മധുരമില്ലാത്ത 2 ജിലേബി വന്നത് അതല്ലേ. മെസ്സിനെ മാത്രം വെച്ചിരുന്നേ. അപ്പൊ നെയ്മറോ? അപ്പൊ ഞങ്ങള് 1, 2, 3, 4 ദൈവത്തിന്റെ കയ്യില് ചട്ടുകം നോക്കാം. ദൈവത്തിന്റെ കൈകൾ ചട്ടോടങ്ങുണ്ട്. റൊണാൾഡോ എടുത്തോ. ചേട്ടാ 2 കടി എടുക്കട്ടെ. റൊണാൾഡോ മെസ്സിയോടാണ് സുവാരസാണ് ഇത് മെസ്സിന്ന്. രണ്ടാളുണ്ട് ഇത് പേടിക്കുന്നേ. അല്ല ഈട് നോക്കി ഞാനാ നിങ്ങൾ റൊണാൾഡോ വരെ എനക്ക് തിരിയുന്നില്ല. പക്ഷെ ഈട് നോക്കുമ്പോ ഒറ്റ മെസ്സി. അപ്പോൾ നോക്കുമ്പോ റൊണാൾഡോ. നീ അങ്ങ് ചെരിഞ്ഞു നോക്കി നേരെ നോക്കറാ. ഫുള്ള് ശരിയായൊരു ഫുട്ബോൾ പ്രാന്തന്റെ ഹോട്ടല്. സീറ്റിംഗ് നോക്ക്. ആരാന്ന് മെസ്സി ആരാന്ന് റൊണാൾഡോ അറിയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ ബ്രസീലിന്റെ ഗൾഫ് കൺട്രിയിൽ ഇപ്പോൾ ആൾക്ക് എടുക്കാൻ ഇജ് വെറുതെ തൊള്ള ഉറക്കാട് കാലത്തിനെ കിടക്ക് എന്ന് കണ്ടിട്ട് ഏത് ബസ് ചെയ്യും ഫൗൾ വെച്ച് ക്യാൻസൽ ചെയ്യും. എന്റെ ബ്രോ അങ്ങ് ഇജ് തൊള്ള വെറും തൊള്ള മാത്രമേ ഉള്ളൂ. നല്ല സൂപ്പർ പൊറോട്ട. പൂ പോലുള്ള പൊറോട്ട. ആ പോണു കൊടുക്കടി. അടുത്ത യൂട്യൂബർ അടുത്ത അഫ്സലി. അടുത്ത യൂട്യൂബർ ഇങ്ങനെ കാണുന്നത് നോക്കണ്ട. ഒരു ബിസിനസ് മാനാണ്, എന്റർപ്രണറാണ്,
അതന്നെ ബിസിനസ് മാൻ മറ്റേ KGF ഡയലോഗ് പറയുന്നില്ലേ, നോട്ടോറിയസ് ക്രിമിനൽ ബിസിനസ് മാൻ, ആ ഒരു സാധനം ബിസിനസ് വളരുന്നില്ലേ. സാബുവിന്റെ PDF സാബുവിന്റെ PDF ആ എനിക്ക് എന്ത് പറ്റി ഇങ്ങനെയല്ല. സാബുവിന്റെ PDF-ഉം ഒരു ഉള്ളി പ്രണയത്തില് ഞാൻ എന്നെ മാത്രം കുറ്റം പറയുള്ളൂ. എടാ മംഗളത്തിൽ തല ജോലിക്ക് പെണ്ണ് കാണാൻ പോയതാ. അപ്പൊ അതന്നെ തിരിച്ചു പറയാന്നിട്ട് ഞങ്ങളെ നാട്ടിലാവട്ടെ. കണ്ണൂർ കണ്ണൂർക്കാരല്ലേ? പോകട്ടെ, നമ്മള് സിനിമയിലെ കാണാൻ കണ്ണൂർക്കാരൊന്നുമില്ല നിങ്ങള്. ചോറയെന്ന പ്രണയമാണ്, പ്രണയം വന്ന ചോറയാണെന്ന് നടക്കലേ. Don't underestimate the power of common man. എറിടാ മുത്തേ. അതിലേക്ക് എറിയുന്നല്ലേ സാബു. ഈ പേപ്പർ നേരെ എറിഞ്ഞിട്ട് ആ ബാസ്കറ്റിലേക്ക് ഇടും അല്ലേ? ആ സ്ലോ മോഷൻ അതല്ല അത്ര അത് സൂയി എല്ലാം റെക്കോർഡിംഗ് ആണ്. പറയുന്ന വാക്കുകളെ സൂക്ഷിച്ച് പറയണം. അല്ല ഇവനോട് നീ ബ്രോ നീ മന്തിക്ക് പറ്റി പെണ്ണില്ലാത്ത മുഫി ഉണ്ടാടിക്ക്, പെണ്ണില്ലാത്ത മുഫി ഉണ്ടാടിക്കിട്ട് മന്തിക്ക് പറ്റി നിന്നെ നീ ഈ സാധനം കുറക്കാൻ പറ്റും. നിന്റെ അല്ലേ മൂന്ന് കൊല്ലായിട്ട് പരിക്കൊരു നെയ്മറടക്കം മിഞ്ഞാന്ന് കളിക്കിറങ്ങി ഇന്നലെ. 8 കൊല്ലം പ്രയോഗിച്ച് ഓലിഞ്ഞ് വണ്ടേ ബ്രോ. ആശി തീർന്ന് നടന്ന് റൂമിലേക്ക് വന്നാല് എന്റെ ഭാഗം ഫുഡ് മട്ടൺ, ബീഫിലൊക്കെ മട്ടൺ. 20 കിലോമീറ്റർ നടക്കാൻ വേണ്ടി മന്തി ടാക്സി വിളിച്ച് പറയണ പൊട്ടാ. നടന്നിട്ട് റൂമിലേക്ക് ഫുൾ മതി ടാസ്ക് എടുക്കാൻ ആയിരിക്കും കിട്ടുന്നുണ്ടോ? ഇവനിക്ക് എന്താ പ്രശ്നം? ഇവനിക്ക് എന്തോ പ്രശ്നമുണ്ട്. ഇവൻ ഇങ്ങനെ അല്ലല്ലോ. 500 റിയാലിന്റെ പറ്റി ഞാൻ നടക്കും. തരുമെങ്കിൽ നിരാശ കാമുക ലോകത്തിൽ ഒരു പ്രധാനിയായി ഞാൻ നിന്നു. പെണ്ണില്ലാത്ത മാറണ്ട. നല്ല ഉറക്കം പൂച്ച ഇതെല്ലാം മരിച്ചുറങ്ങുന്നറാ. പുതിയ വീഡിയോയുമായി വരുന്നത് വരെ, വീണ്ടും സന്ധിക്കുന്നത് വരെ വണക്കം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. ബോംബിട്ട് പൊട്ടിക്കാറാണോ? എല്ലാവരോടും ബൈ ബൈ. ഞാൻ സങ്കടത്തിലാണ്. എന്നാ പിന്നെ
അല്ലേ? ബൈ ബൈ.